ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇപ്പോൾ കാണാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ ആക്ടിവിറ്റീസാണ്. വോയിസസ് ഇൻ യൂണിസൺ എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസിലേക്കാണ് നമ്മൾ പോകുന്നത്. വേർഡ് ഹണ്ട് എന്നുള്ള ഫസ്റ്റ് ആക്ടിവിറ്റിയാണ്. ഇതിൽ ടുഗദർ എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഗോ, അത് ചെറിയ വേർഡ്സുകൾ നമുക്ക് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു വാക്ക് നമ്മൾ കണ്ടുപിടിച്ചു, ഗോ. ഇനി നമുക്ക് ഇഷ്ടംപോലെ ധാരാളം വാക്കുകൾ, സോ മെനി വേർഡ്സ് ആർ ദെയർ ഇൻ എ വേർഡ് ടുഗദർ. സോ അതിൻ്റെ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഗെറ്റ്, ദ, ഹെർ, ദെയർ, ഈറ്റ്. തുടർന്ന് ഇനിയും ധാരാളം ഇതുപോലുള്ള വാക്കുകൾ നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് സെക്കൻഡ് ആക്ടിവിറ്റി, മൈ കളർ മൈ പ്രൈഡ് എന്ന ആക്ടിവിറ്റിയാണ്. അതിൽ നമുക്ക് ഓരോന്ന് വായിക്കാം. ഐ ആം ബ്ലൂ, ഐ ആം ദ കളർ ഓഫ് ദ സ്കൈ, ദ വേൾഡ്സ് ലാർജസ്റ്റ് ആനിമൽ ഹാസ് മൈ കളർ. ഐ ആം യെല്ലോ, ഐ ഷൈൻ ലൈക്ക് ദ സൺ, ഐ ആം ദ കളർ ഓഫ് ദ സൺഫ്ലവർ. നെക്സ്റ്റ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത് 2 കളർ കൊടുത്തിട്ടുണ്ട്, റെഡ് ആൻഡ് ഗ്രീൻ. സോ നമുക്ക് ഇഷ്ടമുള്ളത് റെഡി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഐ ആം റെഡ്, ഐ ആം ദ കളർ ഓഫ് യുവർ ബ്ലഡ്. ഐ ആം ഗ്രീൻ, ദ ലീവ്സ് ആർ മൈ കളർ. നെക്സ്റ്റ് ആക്ടിവിറ്റി, നമ്മൾ ആക്ടിവിറ്റി 3ലേക്കാണ് പോകുന്നത്, ഫീലിങ്സ് ഇൻ ദ വേർഡ്സ്. ഇവിടെ ആക്ടിവിറ്റീസ് നമുക്ക് ഓരോ എക്സ്പ്രഷൻസ്, നമ്മൾ ഇമോഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഫീലിങ്സ് ഇൻ ദ വേർഡ്സ്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ദ വേർഡ് വാവ് ഷോസ് സർപ്രൈസ്. സോ അതുപോലെയുള്ള വാക്കുകൾ നിങ്ങളോട് ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വാവ്, അലാസ്, ഔച്ച്, യ, ഹൊറൈ. അപ്പോൾ ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, അലാസ്, ഹുറൈ, വാവ്, ഔച്ച്, കൺഗ്രാജുലേഷൻസ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. നമുക്ക് ആക്ടിവിറ്റി 4ലേക്ക് പോവാം. We have seen the picture of colorful ribbons falling from the sky. Here is another picture. Look at the picture and describe what you see. In the picture, there are many children playing on the ground. They are happy and excited. Colorful toys, ribbons, balls, and sweets are falling from the sky. The children are trying to catch them. Some children have already picked up toys and sweets. There is a monkey sitting on the tree and looking at the children. One boy is holding a wrapped gift box. Another boy is reaching up to catch a falling red heart. A girl is bending down to pick up candies. Another girl is holding a necklace that was fallen. The sky is blue. All children are very happy. ഇതൊരു ഡിസ്ക്രിപ്ഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 5. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ബൈ ചൂസിങ് മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ലിസ്റ്റ്. നമുക്കിവിടെ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് വെച്ചിട്ട് അത് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്ന വാക്കുകൾ അവിടെ ഗ്യാപ്പ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാം. ഓക്കെ, ബ്രൈറ്റ്, സാൻഡി, ബിഗ്, ഷൈനി, വോം. അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വൺ ഡേ നേഹ ആൻഡ് ഹെർ ബ്രദർ റോഹൻ വെൻറ്റ് ടു എ സാൻഡി ബീച്ച്. അപ്പോൾ സാൻഡിയാണ് ആദ്യത്തെ സെൻറ്റൻസിൽ വരിക. ദ സ്കൈ വാസ് ബ്രൈറ്റ്. അപ്പോൾ ബ്രൈറ്റ് എന്നതാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ആൻഡ് ദ വാട്ടർ സ്പാർക്കിൾഡ് അണ്ടർ ദ ഷൈനി സൺ. അപ്പോൾ ഷൈനിയാണ് അവിടെ വരിക. They made a big sand castle and collected warm shells from the shore. Neha said, "This is the most amazing day ever." Okay, നമുക്ക് ഇനി ഡിസ്ക്രൈബിംഗ് വേർഡ്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് എഴുതാൻ പറഞ്ഞിട്ട് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഈ പറയുന്നതൊക്കെയാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. സാൻഡി, വോം, റെയിൻബോ, പീസ്ഫുൾ, കാം, വൈബ്രൻറ്റ്, ബ്യൂട്ടിഫുൾ, ബ്രൈറ്റ്, ഷൈൻ, ക്ലിയർ, സോഫ്റ്റ്. ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. നെക്സ്റ്റ് ഒരു പോയമാണ്. നമുക്ക് എല്ലാവർക്കും പോയം ഇഷ്ടമാണ്. ഈ പോയം എല്ലാവരും ഒന്ന് നന്നായിട്ട് മനോഹരമായിട്ട് വായിച്ച് നോക്കുക. ഈ പോയം നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചാനലിൽ പോയം മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും അത് കയറി കാണുക. നമുക്ക് അതിൻ്റെ ഒരു ആക്ടിവിറ്റി നോക്കാം. ദ പോയറ്റ് സേസ് ദാറ്റ് ആൻഡ്സ് ഡോണ്ട് നോ ദ വേർഡ് ക്യാൻറ്റ് വൈ. അപ്പോൾ ആൻസർ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ആൻസിന് ഡോണ്ട് നോ അറിയില്ല എന്നുള്ള വാക്ക്, ആൻസ് ഡോണ്ട് നോ അറിയില്ല, ഏത് വാക്ക്, ക്യാൻറ്റ് പറ്റില്ല എന്നുള്ള വാക്ക് അവർക്ക് അറിയത്തില്ലാത്തത്. ബിക്കോസ് ആൻഡ് നെവർ ഗിവ് അപ്പ് ആൻഡ് ഓൾവേസ് ഫൈൻഡ് എ വേ. ആൻസ് എപ്പോഴും ഒരു വഴി എപ്പോഴും കാണും, ഏതെങ്കിലും ഒരു വഴി എപ്പോഴും അവർ കാണും. അതാണ് അതിൻ്റെ ആൻസർ, അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. സെക്കൻഡ്, ഇൻ ദ വേ വിത്ത് വാട്ട് വേസ് ഡു ആൻസ് ഷോ ദെയർ സ്ട്രെങ്ത് ഈവൻ ത്രൂ ദേ ആർ സ്മോൾ. അപ്പം ആൻസ് എങ്ങനെയാണ് അവർ വളരെ സ്ട്രെങ്ത് കാണിക്കുന്നത്, അവർ ചെറുതാണെങ്കിൽ പോലും എങ്ങനെയാണ് അവർ സ്ട്രെങ്ത് അവരുടെ ശക്തി കാണിക്കുന്നത്. ആൻസർ എന്താണ്? ദേ കീപ് മൂവിങ്, ക്ലൈംബിങ് ആൻഡ് വർക്കിംഗ് ഹാർഡ്. അപ്പോൾ അവർ നിരന്തരമായി നീങ്ങിക്കൊണ്ടിരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും, എല്ലായിടത്തും ക്ലൈംബ് കയറും, അതുപോലെ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ലെസൺസ് ക്യാൻ യു ലേൺ ഫ്രം ദ ലൈഫ് ഓഫ് ആൻസ്. ആൻസിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്? വി ക്യാൻ ലേൺ ടു വർക്ക് ഹാർഡ്, കീപ് ട്രൈയിങ് ആൻഡ് ഏൺ റെസ്പെക്റ്റ്. ഇതാണ് ആൻസിൻ്റെ ലൈഫിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു പാഠം. അടുത്ത ആക്ടിവിറ്റി, ഇൻ ദ പോയം ആൻഡ്സ് ദ വേർഡ്സ് ആൻഡ് ക്യാൻറ്റ് ആർ റൈമിംഗ് വേർഡ്സ്. അപ്പോൾ നമുക്ക് റൈമിംഗ് വേർഡ്സ് എന്താണെന്നറിയാം അല്ലേ. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ലാസ്റ്റ് ഏകദേശം സിമിലറായിട്ട് വരുന്നതാണ് റൈമിംഗ് വേർഡ്സ്. ഓക്കെ. ഇപ്പോൾ ഈ റൈമിംഗ് വേർഡ്സ് ഇതുപോലെ സിമിലർ ആയിട്ടുള്ള പോയത്തിലുള്ള റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമുക്കിവിടെ നോക്കാം. ആൻഡ് ക്യാൻറ്റ്, അടുത്ത ത്രൂ, ഡു, സ്റ്റേ, വേ, ഗോ, നോ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന്, അത് കണ്ടുപിടിച്ച് ആക്ടിവിറ്റിയിലേക്ക് എഴുതുക. നെക്സ്റ്റ് നമുക്കൊരു റിഡിൽ കാണാം. നമുക്ക് റിഡിൽ എന്താണ്? പഴഞ്ചൊല്ല്. ഐ ട്വിങ്കിൾഡ് ഇൻ ദ നൈറ്റ് സ്കൈ ബ്രൈറ്റ് ആൻഡ് ഫോർ, ഹൈ ഇൻ ദ സ്കൈ ആൻഡ് മേക്ക് പാറ്റേൺ അറ്റ് നൈറ്റ്, ഹു ആം ഐ. ആരായിരിക്കും? സ്റ്റാർ ആണ് ആൻസർ അല്ലേ. സോ നമുക്ക് ആൻഡ്, ബട്ടർഫ്ലൈ, ഹണി ബീനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ. സെക്കൻഡ്, ഫ്രം ഫ്ലവർ ടു ഫ്ലവർ I fly with honey, so sweet and thick, working from morning to night with a colorful dress. Who am I? Butterfly. Okay, third one. From flower to flower, I travel with honey, working from morning to night with black and golden coat. Who am I? Honey. Okay, right. നമ്മുടെ റിഡിൽസ് ആൻസർ കഴിഞ്ഞു. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. ലുക്ക് അറൗണ്ട് യുവർ ഹൗസ് ആൻഡ് ഫൈൻഡ് വെയർ ആൻഡ് ലിവ്. ഒബ്സർവ് ദം. ഡ്രോ എ പിക്ചർ ഓഫ് ആൻഡ്സ് വർക്കിംഗ് ടുഗദർ. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസ് അബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് ഹൗ ദേ ഹെൽപ്പ് ഈച്ച് അതർ. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു ആക്ടിവിറ്റി എന്താണ്? നിങ്ങൾ അവരുടെ ചിത്രങ്ങൾ വരയ്ക്കുക. അപ്പോൾ ചിത്രം നമുക്ക് വരയ്ക്കാവുന്നേ ഉള്ളൂ. പിന്നെ അവരെന്താണ് ചെയ്യുന്നത് കുറച്ച് സെൻറ്റൻസിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സെൻറ്റൻസിൽ എഴുതിയിരിക്കുന്നതാണ്. ഐ സോ എ ഗ്രൂപ്പ് ഓഫ് ആൻഡ്സ് carrying food to their nest. Some ants were leading the way while others followed. All working together, they helped each other by lifting small crumbs and moving in a line. Ants are very organized and work as a team to get things done. ഓക്കെ. അപ്പോൾ ഇതാണ് അവരെ കുറിച്ച് പറയാനുള്ളത്, ഒരു സെൻറ്റൻസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ കണ്ടത് ഹൂ ഫ്ലൈസ് ദ കൈറ്റ്. ഈ സ്റ്റോറി നമ്മളുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറി വളരെ മനോഹരമായ സ്റ്റോറിയാണ്. എല്ലാവരും ജസ്റ്റ് വായിച്ച് നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ. ഈ സ്റ്റോറി ഒരു 3 പേജുള്ള സ്റ്റോറിയാണ്. ഈ സ്റ്റോറി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. എന്താണ് ആക്ടിവിറ്റി 1? ഹിയർ ഇസ് ദ ഈവൻറ്റ്സ് ഓഫ് സ്റ്റോറി ഹൂ ഫ്ലൈസ് ദ കൈറ്റ്. അപ്പോൾ നമ്മൾക്ക് ഏതാണ് അവിടെ ABCDE എന്നുള്ള രീതിയിൽ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് റീഅറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് ഓർഡറിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഫസ്റ്റ് വൺ ഏതാണ്? ദ മേയർ സോ എ ബോയ് ഫ്ലൈ എ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കൈറ്റ് ഇൻ ദ പാർക്ക്. അപ്പം നമ്മുടെ ഈ ഓപ്ഷനാണ് ഒന്നാമത്തെ ഇതിൽ വരേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷൻ ഏതാണ്? ദ ബോയ് സെഡ് ഐ മേഡ് ദിസ് കൈറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. ഓക്കെ. അത് A ഓപ്ഷനാണ് രണ്ടാമത്തെ സെൻറ്റൻസ് വരുന്നത്.
മൂന്നാം സെൻറ്റൻസ് അതാണ് ദ വിൻഡ് സോഫ്റ്റ്ലി വിസ്പേർഡ് ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ. ഫോർത്ത് സെൻറ്റൻസ് അതാണ് ദ കൈറ്റ്സ് ടെയിൽ സെഡ് ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി ഇൻ ദ എയർ. ഫിഫ്ത്ത് വൺ എന്താണ് ദേ ഓൾ സ്മൈൽഡ് ആൻഡ് അഗ്രീഡ് ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് വി വർക്ക് ടുഗദർ ആസ് എ ടീം. നമ്മുടെ ആക്ടിവിറ്റി 1 കഴിഞ്ഞു. നെക്സ്റ്റ് പിക്ചർ സ്റ്റോറി കാർഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്യൂട്ടബിൾ ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. റെന്നി വാസ് ഫോണ്ട് ഓഫ് പ്ലാന്റ്സ്. One day he got a sapling. He decided to plant the saplings in his orchard. അപ്പോൾ നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് സെൻറ്റൻസ് നമുക്കൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് കൊടുക്കാം. റെനി dug the soil and planted the sapling. Every day he watered the sapling. His animal friends helped him. They looked after the plant daily and took care of it. The deer watered the plant, the rabbit removed the dry leaves, the fox prepared the soil, and the boy manured the plant. The plant started to grow. Okay, അത് സെൻറ്റൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് ഏതാണ് the plant grew taller and taller. Every day Rennie and his friends sat under the tree and played. Okay, next one day a mongoose came there. It began to make a burrow under the tree. The monkey saw it. He informed his friends. അപ്പോൾ നമുക്കൊരു മംഗൂസിനെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു ചിത്രത്തിനടി വരയ്ക്കാം. ലാസ്റ്റ് ഓക്കെ അവരെന്ത് ചെയ്തു ഓൾ ദ ആനിമൽസ് ടുഗദർ ഡ്രൂ ദ മംഗൂസ് എവേ. ഓക്കെ അപ്പോൾ നമ്മളുടെ ലാസ്റ്റത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആഫ്റ്റർ മേക്കിംഗ് യുവർ ആൻസ് റൈറ്റ് ഡീറ്റെയിൽഡ് ബിലോ. ഓക്കെ എന്ത് ചെയ്യാം ഐ മെയ്ഡ് മൈ ആൻഡ് വിത്ത് എന്താണ് പേപ്പർ. ഇറ്റ് കളർ ഈസ് ബ്ലാക്ക്. മൈ ആൻഡ് ഹാസ് 3 legs. ഐ നെയിംഡ് മൈ ആൻഡ് ബെൻ. ഐ വുഡ് ലൈക്ക് ടു പ്ലേസ് മൈ ആൻഡ് ഇൻ ദ ഗ്രാസ്. ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ഗാർഡനോ ഫോറസ്റ്റോ പ്ലേ ഗ്രൗണ്ടോ നമുക്കവിടെ ചൂസ് ചെയ്യാം.